നമസ്കാരം, ഞാൻ ജയശ്രീ ഗോവിന്ദൻ, നിങ്ങളുടെ പ്രിയപ്പെട്ട വറി ഫ്രീ റിട്ടയർമെൻറ്റ് കൺസൾട്ടൻറ്റ്. ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമുക്ക് റിട്ടയർമെൻറ്റ് പദ്ധതിയുടെ ഭാഗമായി ആരോഗ്യ ഇൻഷുറൻസിൻ്റെ പ്രാധാന്യം എന്തെന്ന് നോക്കാം. ആരോഗ്യ ഇൻഷുറൻസ് എന്തുകൊണ്ട് റിട്ടയർമെൻറ്റ് പദ്ധതിയിൽ പ്രധാനമാവുന്നു, ഇതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാം. ആരോഗ്യ പരിചരണ ചെലവുകൾ ഇന്ന് വളരെയധികം ഉയർന്നു വരികയാണ്. നമ്മൾക്ക് ഓരോ ഹോസ്പിറ്റൽ ബില്ലുകൾ കാണുമ്പോഴും വല്ലാത്ത വിഷമം തോന്നാറുണ്ട്. വിരമിക്കുന്ന സമയത്ത്, അതായത് റിട്ടയർഡ് ആയി കഴിയുമ്പോൾ നമ്മളുടെ സാമ്പത്തിക ഭാരം വർദ്ധിപ്പിക്കുകയാണ് ഇത്തരം ബില്ലുകൾ. ഇതിന് ആരോഗ്യ ഇൻഷുറൻസ് നമുക്ക് അനിവാര്യമാണ്. അത് മെഡിക്കൽ ചെലവുകൾ പ്രതിരോധിക്കാനായിട്ടും നമുക്ക് താൽക്കാലിക ആശ്വാസം നൽകാനായിട്ടും സഹായിക്കും. മെച്ചപ്പെട്ട ട്രീറ്റ്മെൻറ്റ് ലഭിക്കുന്നതിന് ആരോഗ്യ ഇൻഷുറൻസ് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, അല്ലേ? നമ്മൾ ഇപ്പോൾ റിട്ടയർഡ് ആയി കഴിയുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം കുറവായിരിക്കും. നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മൾ ഒരു പരിമിതിയിൽ പെട്ടായിരിക്കും ജീവിക്കുന്നത്. ആ ടൈമിൽ നമുക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ പോയാൽ നമുക്ക് അവിടെയുള്ള ട്രീറ്റ്മെൻറ്റിന് എടുക്കാനും ചിലവ് വളരെ അധികമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. ആ സമയത്ത് നമുക്കൊരു ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നമുക്ക് മെച്ചപ്പെട്ട ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് സാധിക്കില്ല. പലരും ആ സമയത്ത് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മരുന്ന് മേടിച്ചാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്ന ആ ഒരു പരിധിയിലേക്ക് ഒതുങ്ങിക്കൂടേണ്ടി വരുന്നത് കാണാറുണ്ട് സാധാരണയായിട്ട്. അപ്പോൾ ആരോഗ്യ ഇൻഷുറൻസ് റിട്ടയർമെൻറ്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് നമ്മുടെ സമ്പാദ്യത്തെ സംരക്ഷിക്കും. നമ്മൾ അതുവരെ ഹാർഡായിട്ട് ഏൺ ചെയ്ത് വെച്ച എമൗണ്ടുകളൊന്നും നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരില്ല. കാരണം ഒരു ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത് ആ ഒരു പോളിസിയിൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ എമൗണ്ടുകൾ അവിടെ കമ്പനി കൊടുത്തോളും. മികച്ച ആരോഗ്യ പരിചരണം അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. ഇത് നമ്മുടെ കയ്യിലുള്ള പൈസ കൊണ്ടാണ് നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതെങ്കിൽ ഒരു പക്ഷേ നമ്മൾ മെച്ചപ്പെട്ട ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാൻ മടിക്കും. ആ പൈസ അത്ര പോകുമല്ലോ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇത്ര ഇല്ലല്ലോ, ആ ഒരു ലിമിറ്റേഷൻ അവിടെ ഉണ്ടാകും. പക്ഷേ ഒരു ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മികച്ച ആരോഗ്യ പരിചരണം ലഭ്യമാക്കുമെന്ന് ആശ്വാസം നൽകും. വ്യത്യസ്ത ആരോഗ്യ ഇൻഷുറൻസുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. അതിൽ ഇൻഡിവിജ്വൽ പ്ലാനുകളുണ്ട്, ഫാമിലി ഫ്ലോട്ട പ്ലാനുകളുണ്ട്, സീനിയർ സിറ്റിസൺ പ്ലാനുകളുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട്, അവരുടെ കുടുംബസ്ഥിതിക്ക് അനുസരിച്ചിട്ട് ഓരോന്ന് കൃത്യമായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അതായത് അതിനകത്ത് കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് എന്ന്. പിന്നെ അത് ഒരു TPA, അതായത് തേർഡ് പാർട്ടി ആണോ അതോ ഡയറക്റ്റ് ആയിട്ടാണോ കമ്പനി അത് ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ക്ലെയിം വരുന്ന സമയത്ത് നമുക്ക് പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കാനായിട്ട് ഇടവരും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പല കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾക്ക് ഏത് തരത്തിൽ ഏത് കമ്പനിയുടെ ആരോഗ്യ ഇൻഷുറൻസ് ആണ് എടുക്കേണ്ടതെന്നെല്ലാം നമ്മൾ തീരുമാനിക്കും. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ കെയർ ഹെൽത്ത് ഇൻഷുറൻസുകൾ ലഭ്യമാണ്. ക്രിട്ടിക്കൽ കെയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്രിട്ടിക്കലായിട്ട് വരുന്ന അസുഖങ്ങൾ, ഹാർട്ട് അറ്റാക്ക്, അതുപോലെ ഹാർട്ട് ഡിസീസ്, പിന്നെ ഇപ്പോൾ ആണെങ്കിൽ ഡയബറ്റിസ് നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ കിഡ്നി ഫെയിലിയേഴ്സ്, പിന്നെ ക്യാൻസർ, അതുപോലെയുള്ള ക്രിട്ടിക്കലായിട്ടുള്ള അസുഖങ്ങൾ വരുന്നുണ്ട്. അതിനുള്ള പോളിസികൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. അതുപോലെ LIC പോലെയുള്ള കമ്പനിയുടെ ക്യാൻസർ കവർ പോളിസി വളരെയധികം ബെനിഫിറ്റ് നൽകുന്ന ഒന്നാണ് LICയുടെ ക്യാൻസർ കവർ പോളിസി എന്ന് പറയുന്നത്. അത് ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റേജ് ഏതാണെന്ന് നോക്കി അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് പാർട്ടിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു കുടുംബത്തിൽ ഒരു ഗൃഹനാഥനോ മറ്റോ ഒരു ക്യാൻസർ വന്നു എന്ന് കേട്ടാൽ എല്ലാവരും ഭയപ്പെടുകയും പിന്നെ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിനുള്ള എക്സ്പെൻസ് എന്ന് പറയുന്നത് വളരെ അധികമാണ്. അപ്പോൾ ആ സമയത്ത് ഒരു ആവറേജ് സാമ്പത്തിക ശേഷിയുള്ള ഒരു കുടുംബത്തിനെ സംബന്ധിച്ചോളം അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. അങ്ങനെ അവർ മാനസികമായും തകർന്നു പോകും. അവർക്ക് കൃത്യമായൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ലായ്മ ആ കുടുംബത്തിനെ മൊത്തം ബാധിക്കും, അല്ലേ? എല്ലാവരുടെയും മനസ്സും അതോടുകൂടി വിഷമിക്കും. അല്ലെങ്കിൽ അതുവരെ അവർക്ക് ഏൺ ചെയ്തു വെച്ചതെല്ലാം അവരെടുത്ത് ചിലവാക്കേണ്ടി വരും. ചിലപ്പോൾ വീട് വരെ വിറ്റ് ആളുകൾ ട്രീറ്റ്മെൻറ്റിന് പോകുന്നത് കാണാറുണ്ട്. എന്നിട്ടും അവിടെയും കൊണ്ട് ട്രീറ്റ്മെൻറ്റ് മുഴുവനാക്കാൻ കഴിയാതെ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരവസ്ഥയൊക്കെ. പക്ഷേ ഈ ഒരു ക്യാൻസർ കവർ പോളിസി എന്ന് പറയുന്നത് വളരെയധികം ബെനിഫിറ്റ് ഉള്ള ഒന്നാണ്. വളരെ ചെറിയ പ്രീമിയമേ അതിനകത്ത് വരുന്നുള്ളൂ.
ഈ ഒരു പോളിസി എടുക്കുന്ന ആൾക്ക് ഒരു ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ഏത് സ്റ്റേജിലാണ് അതെന്നുള്ളതെന്നനുസരിച്ചിട്ട് ബെനിഫിറ്റ് കിട്ടുന്നു. അതായത് ഒരു 25% അത്രയും മുതൽ ഫുൾ എമൗണ്ട് വരെ ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ എല്ലാ മാസവും കൃത്യമായിട്ടൊരു 120 മാസത്തോളം കൃത്യമായ ഡേറ്റിൽ അദ്ദേഹത്തിന് ഒരു നിശ്ചിത തുക വീതം കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ അത് ട്രീറ്റ്മെൻറ്റ് എടുക്കാനും മുന്നോട്ടുള്ള ബാക്കി ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രോസസ്സിങ്ങിനൊക്കെ അത് വളരെയധികം സഹായമാണ്. അതുകൊണ്ട് തന്നെ ഒരു ട്രീറ്റ്മെൻറ്റിനുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മാനസികമായി അവർക്ക് അതിന് തയ്യാറെടുക്കാനും ആ കുടുംബത്തിലെ സ്ഥിതിഗതികൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അപ്പോൾ ഇത്തരം പോളിസികൾ വളരെയധികം ഗുണമായിട്ട് നൽകുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കണം. അത് വേണ്ട രീതിയിൽ അത് മനസ്സിലാക്കി എല്ലാവരും തന്നെ ഒരു പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, നമ്മൾ കഴിക്കുന്നതും ശ്വസിക്കുന്നതെല്ലാം മാലിന്യമാണ് അല്ലെങ്കിൽ വിഷമാണ്. അതുകൊണ്ട് ഏതോ ഒരു കുഞ്ഞിനും മുതൽ വലിയ ആളുകൾ വരെ ഏത് നേരം വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ക്യാൻസറൊക്കെ വരാനൊരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത്തരം ഒരു പോളിസികൾ എടുത്ത് വെക്കുന്നത് പക്ഷേ ഭാവിയിൽ എന്തെങ്കിലും വന്നു പോയാൽ അതിനെ നമുക്ക് പ്രതിരോധിക്കാനുള്ള ഒരു കവചമായിട്ട് കരുതാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇത്തരം പോളിസികളെ ക്രിട്ടിക്കൽ ഇൽനെസ് എന്ന രീതിയിലുള്ള ഇത്തരം പോളിസികളുടെ ഗുണം. അപ്പോൾ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ പ്രാധാന്യം എന്താണെന്നും നമ്മുടെ ജീവിതത്തിൽ അത് വേണ്ടതിൻ്റെ അത്യാവശ്യം എന്താണെന്നും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ അത്യാവശ്യമായ 2 കാര്യങ്ങളാണ് ലൈഫ് ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും എന്നും നിങ്ങൾക്കിപ്പോൾ ഇത്തരം എപ്പിസോഡുകളിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണും. കൂടുതൽ വിവരങ്ങൾക്കും അനുയോജ്യമായ പദ്ധതികൾ തിരഞ്ഞെടുക്കാനും ഞങ്ങളുടെ ഉപദേശം നിങ്ങൾക്ക് ഏത് നിമിഷവും തേടാവുന്നതാണ്. ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാം. ഒരു ഫ്രീ കൺസൾട്ടേഷനൊക്കെ ബുക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അനുയോജ്യമായ പദ്ധതികൾ ഉൾപ്പെടുത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി ഈ ഒരു എപ്പിസോഡ്, ഈ സീരീസ് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡുമായി കാണും വരെ നിങ്ങൾ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഇരിക്കുക. ബൈ ബൈ.